ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ നൈറ്റ് സെൻസറിനെ കുറിച്ചാണ് കേട്ടോ. ഇതാണ് നമ്മളെ മുതൽ വരുന്നത്. അപ്പോൾ ഡേ നൈറ്റ് സെൻസർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടുകളിലൊക്കെ ഇപ്പോൾ ഒരാഴ്ചക്കോ അല്ലെങ്കിൽ 2 മാസത്തിനോ 1 മാസത്തിനൊക്കെ അടച്ചു പൂട്ടി പോകുന്ന സമയത്ത് കസ്റ്റമർ പറയും ചിലപ്പോൾ ആ രാത്രി ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവണം, എന്നാൽ പകലാവുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പല റേഞ്ചിൽ വരുന്നുണ്ട്. 100 റുപ്യൻ്റെ തൊട്ടിട്ട് ഇതിപ്പോൾ 200 ചില്ലാ റുപ്യ 230 റുപ്യൻ്റെ അടുത്ത് റേറ്റ് വരുന്ന ഒരു ഡിവൈസാണ്. പല റേഞ്ചിലും പല ഇതിലും വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റ്, ഇപ്പോൾ ഒരു വലിയൊരു ഗാർഡൻ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മണ്ഡപമോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ ടൈമർ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡേ നൈറ്റ് സെൻസർ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതിന് ഒരു ഡേ നൈറ്റ് സെൻസർ മതി, കാരണം എല്ലാ ലൈറ്റിനും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ എന്താ ഉണ്ടാ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോണ്ടാക്ടർ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു എങ്ങനെ കണക്ഷൻ കൊടുക്കുന്നതും ഇത് കത്തുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം 12 മണി, രാത്രി പകലായിട്ടോ, 12 മണി ഈ ടൈമാണ്. അപ്പോൾ ഞാൻ രാവിലെ നാളേക്കാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നാളെ ഞാനത് ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ അതിലിടാം. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇതിന് 3 വയറാണ് ഔട്ട്പുട്ട്, ആകപ്പാടെ 3 വയറാണ് വരുന്നത്. അത് കൊടുക്കേണ്ടതും സിമ്പിളാണ്, കൺഫ്യൂഷനൊന്നുമില്ല. പലതും പല മോഡലാണെങ്കിൽ തന്നെ ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. പല കമ്പനിയിലും അതിൻ്റെ ഡ്രോയിങ് കൊടുത്തിട്ടുണ്ടാവും, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കമ്പനിയും ഏതൊക്കെ ഇതേപോലെ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. ജസ്റ്റ് ഡ്രോയിങ് നോക്കിയിട്ട് കണക്ഷൻ കൊടുക്കുക കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് 2 ഭാഗത്താണ് ഈ സെൻസർ വെക്കേണ്ടത്. അപ്പോൾ 2 ഭാഗത്ത് 2 രീതിയിലാണ് വെക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്നുമല്ല, വാളിൽ സ്ക്രൂ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതാണ് സെൻസർ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഇതേപോലെ ഒരു 3 വയറാണ് ടോട്ടലായിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ക്ലാമ്പ്, അതേപോലെ ഒരു ബ്ലാക്ക് കവറുണ്ട്, പിന്നെ അതിൻ്റെ ഗ്രിപ്പും സ്ക്രൂ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ബ്ലാക്ക് കവർ എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ തന്നെ ഒരു സ്ക്രൂ ടൈപ്പ് പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് നമുക്ക് എന്താ വെച്ചാൽ രാത്രി ആവുന്നതിന് കുറച്ച് ഡിലേ ആയി കത്താനും അല്ലെങ്കിൽ പെട്ടെന്ന് ഓൺ ആവാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന വീഡിയോ എന്തായാലും ഇതിൽ കാണിക്കാം. പിന്നെ അതേപോലെ തന്നെ 3 വയറിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് വൈറ്റ് വയർ ന്യൂട്രാണ് കാണിക്കുന്നത്. അതായത് വൈറ്റ് എന്ന് പറയുന്ന വയർ ഇതിൽ വരുന്നത് ന്യൂട്രാണ് ഇവർ പറഞ്ഞ ഡ്രോയിങ്ങിൽ കാണിക്കുന്നത്. അതേപോലെ ബ്ലാക്ക് വരുന്നത് ഫേസ് ആണ്, ഓപ്പോസിറ്റാണ് വരുന്നത്. ബ്ലാക്ക് ഫേസും അതേപോലെ റെഡ് എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റിൻ്റെ ലീഡുമാണ് വരുന്നത്. ഈ റെഡ് വയർ ഉണ്ടല്ലോ, ഇത് ലൈറ്റിൻ്റെ ലീഡുമാണ് കൊടുക്കേണ്ടത്. അതായത് ഒരു ഹോൾഡറിലോ അല്ലെങ്കിൽ എന്ത് പർപ്പസ് ആണെങ്കിലും അതിനൊരു ഔട്ട്പുട്ട് ലീഡ് ഉണ്ടാവുമല്ലോ, അത് ഈ റെഡ് വയർ ഇതിൽ കൊടുക്കുക. അതേപോലെ ന്യൂട്രൽ വന്നിട്ട് വൈറ്റിൽ കൊടുക്കുക. ഇത് വന്നിട്ട് സ്വിച്ചിൽ നിന്ന് വരുന്ന ഫേസിൽ കൊടുക്കുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവും. ഇത്രേ ഉള്ളൂ. ഇനി ഇത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഹോൾഡറിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് പഴയൊരു ആംഗിൾ ഹോൾഡറാണ്. അപ്പോൾ അതിൽ മഞ്ഞ വയറാണ് ന്യൂട്രും, ചുവപ്പ് വയറാണ് ഫേസും വന്നിരിക്കുന്നത്, ലീഡും വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് 2 വയറും അവിടുന്ന് ഊരിയെടുക്കണം. എന്നിട്ട് നമ്മളിതിൽ സെൻസറിൽ ഇതിൻ്റെ ക്ലാമ്പ് ഉണ്ട്. ക്ലാമ്പ് സിമ്പിളായിട്ട് തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ 3 കോർ 1 mm വയർ ഒരു 3 മീറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ബ്ലാക്കിൽ ബ്ലാക്കും കൊടുത്തു, റെഡിൽ റെഡും കൊടുത്തു, ഗ്രീനിൽ വൈറ്റാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ കളർ കോഡ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ സെൻസർ ഞങ്ങൾ സൈഡിലേക്ക് ആക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ മുകളിൽ സൺസൈഡ് ആയതുകൊണ്ട് വെക്കാനുള്ള സ്പേസ് ഇല്ല, അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കണം. പിന്നെ അതുമല്ല, വെള്ളം തട്ടിക്കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫാണ്, പക്ഷേ നമുക്ക് നേരിട്ട് മുകളിൽ നിന്ന് വെള്ളം വീണാൽ കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയെങ്കിലും ഒരു മിസ്റ്റ് പോലെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഡാമേജ് ആകും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന റെഡ് വയർ നമ്മൾ സ്വിച്ചിൽ നിന്ന് വരുന്നതാണ്. അത് നേരെ ബ്ലാക്കിൽ കൊടുത്തു. അതിൽ വൈറ്റ് ഗ്രീൻ ആയിട്ട് വരും കേട്ടോ. അത് നേരെ ന്യൂട്രലിൽ കൊടുത്തു. റെഡ് നേരെ ഹോൾഡറിൻ്റെ ഒരു അറ്റത്തും, ന്യൂട്രൽ നേരെ അതിൽ കോമൺ ആയിട്ട് അതിൽ ഹോൾഡറിൽ കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സെൻസറിൻ്റെ ഫിറ്റിങ്. അപ്പോൾ നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഹോൾഡർ ഇപ്പുറത്തേക്കും വന്നിട്ടുണ്ട് കേട്ടോ. ഹോൾഡർ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഹോൾഡർ പഴയ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. വയർ 3 കോറിൻ്റെ വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ആകെ 3 വയറാണ് സെൻസറിൽ നിന്ന് വരിക കേട്ടോ.
നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ഈ കമ്പനി ഒരു ബ്ലാക്ക് കവർ കൊടുക്കുന്നുണ്ട്. ഈ കവറാണ് അതിൻ്റെ നമുക്ക് ഇപ്പം ഡേ നൈറ്റ് അല്ലെങ്കിൽ നൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ആ കവർ അതിൻ്റെ മുകളിലാക്കിയാൽ മതി. പകൽ കത്തിക്കണമെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പകൽ കത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ കവർ അതിൽ മുകളിൽ കൂടി ഇട്ട് വെച്ചാൽ മതി കേട്ടോ. കറക്റ്റായിട്ട് ഇതേപോലെ കത്തുന്നതാണ്. ശരിക്കും പകൽ കത്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ പകൽ കത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. കവർ ഊരിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും കേട്ടോ. പിന്നെ അടുത്ത വെക്കാനുള്ളത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്. അത് ഇതേപോലെ സൺസൈഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഭാഗത്തേക്കാണ് ഇതിൻ്റെ സെൻസർ വെക്കുന്നത് കേട്ടോ. അപ്പോൾ പലരും ചോദിക്കും അതിൻ്റെ എരുത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് വിട്ടിട്ട് വെച്ചാൽ എന്താ കുഴപ്പം. ശരിക്കും പറഞ്ഞാൽ ഇത് മോൾ ഭാഗത്തേക്കാണ് വെക്കേണ്ടത്. മോൾ ഭാഗത്തേക്ക് വെക്കുമ്പോൾ ഈ സെൻസറിൻ്റെ അടിയിൽ കണ്ടോ ഒരു ബ്ലൂ കളറിലുള്ള സാധനം ഉണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചം തട്ടിയാലും പ്രശ്നം വരില്ല. ഇനി നേരെ മറിച്ച് നിങ്ങൾ സൈഡിലേക്ക് വെക്കുമ്പോൾ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓണാവില്ല. ഓണായാൽ തന്നെ അപ്പം തന്നെ അത് കെടുകയും ചെയ്യും. കാരണം ആ വെളിച്ചം അപ്പം തന്നെ അതിന് ക്യാച്ച് ചെയ്യും. അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിലും അതേപോലെ തന്നെ കളർ കോഡ് മസ്റ്റായിട്ട് അങ്ങനെ നോക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പലതും പല കമ്പനിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ കളർ കോഡായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്കും നോക്കിയിട്ട് വെക്കാവുന്നതാണ് കേട്ടോ. ഇത് കസ്റ്റമറെ നമ്മളെടുത്ത് ഇത് ആദ്യം വന്നപ്പോൾ പറഞ്ഞ ടൈമർ വെക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞത്. ടൈമറാകുമ്പോൾ നല്ല അത്യാവശ്യം നല്ല കോസ്റ്റ് വരും. അപ്പോൾ ടൈമറെക്കാട്ടിലും ബെറ്റർ ഇതാണ്. കാരണം അവർക്ക് രാവിലെ ഓഫായാൽ മതി, രാത്രി ഓണാക്കിയാൽ മതി. അങ്ങനൊരു ഓപ്ഷനാണ് കസ്റ്റമർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിനൊരു ജസ്റ്റ് ഒരു ആ വെളിച്ചം വന്നുള്ളൊരു പ്രശ്നം കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഫ്ലാഷ് അടിച്ചപ്പോൾ അവിടെ കണ്ടോ അവിടെ ഓഫായില്ലേ. ഇപ്പോൾ ഞാൻ മൊബൈലിൽ ഫ്ലാഷ് അടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഈ ഫ്ലാഷ് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേന് അവിടെ ആ ബൾബ് ഓഫ് ആവും കേട്ടോ. ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഫ്ലാഷ് എടുത്തിട്ട് നേരെ അതിൻ്റെ അടുത്തിലേക്ക് കുറച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അത് ഓഫ് ആവും. അതാണ് ബൾബിൻ്റെ സൈഡിൽ ഈ സെൻസർ ഡയറക്റ്റ് വെക്കണ്ടെന്ന് ഞാൻ പറയാൻ കാരണം. ഒന്നില്ലെങ്കിൽ മോള് കയറ്റി വെക്കാം. മോള് കയറ്റി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ സൺസൈഡ് ആയതുകൊണ്ടാണ് നമുക്ക് മോള് കയറ്റാനൊരു ബുദ്ധിമുട്ട് വന്നത് കേട്ടോ. അപ്പോൾ വിളിച്ചാൽ ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഓഫ് ആവുക. ഞാൻ ഫ്ലാഷ് നേരെ കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ അത് ഓഫ് ആവും. അപ്പോൾ മാക്സിമം കുറച്ച് വിട്ട് വെച്ചാലും കുഴപ്പമില്ല. എന്നാലും മാക്സിമം ബാക്ക് സൈഡോ അല്ലെങ്കിൽ മോൾക്ക് ആക്കി വെക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇത് സൺസൈഡ് ആയതുകൊണ്ടാണ് നമുക്ക് മോൾക്ക് ആക്കി വെക്കായിരുന്നത്. പിന്നെ ഇത് അധികം വെള്ളം അടിക്കുന്ന ഏരിയയിൽ കൊണ്ടുപോയി വെക്കാതിരിക്കായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ ലൈഫ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും, പെട്ടെന്ന് കേടുവരികയും ചെയ്യും കേട്ടോ. അപ്പോൾ മാക്സിമം വെള്ളം തട്ടാത്ത ഏരിയയിൽ വെക്കുകയായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ കുറച്ചധികം ലൈഫ് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഈ സെൻസർ നമുക്ക് സ്വിച്ച് എപ്പോഴും ഓൺ ആക്കിയിട്ട് പോകണം. അതായത് പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ പോവുകയാണെങ്കിൽ തന്നെ ഈ സ്വിച്ച് ഓൺ ആക്കി പോയാൽ മതി. ബാക്കിയൊക്കെ ഈ സെൻസർ ക്യാച്ച് ചെയ്തിട്ട് രാവിലെയും രാവിലെയും രാത്രിയായിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 2 സെൻസർ വെക്കാനും അതിൻ്റെ കൂടെ തന്നെ മുകളിലൊരു ഫാൻ്റെ റെഗുലേറ്റർ മാറ്റാനും ഒക്കെ പാടെ കൂടിയിട്ട് ഒരു 1750 റുപ്യാണ് ഞാൻ ഈടാക്കിയ ചാർജ് വരുന്നത്. മെറ്റീരിയൽസ് കൂടാതെ കേട്ടോ. ഞാൻ എൻ്റെ ലേബർ കോസ്റ്റ് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്.